പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് അടുത്ത ഞായറാഴ്ച നടക്കാൻ പോകുന്ന WWE സമ്മർ സ്ലാം എന്ന് പറയുന്ന ടോപ്പ് പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസും ഈ ഷോ എങ്ങനെ നമുക്ക് ലൈവായി കാണാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. സമ്മർ സ്ലാം 2024 ഇതിനോടകം തന്നെ 7 കിടിലൻ മാച്ച് കാർഡുകളാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ സമയം 4:30 മുതലാണ് മെയിൻ ഷോ ആരംഭിക്കുന്നത്. സോണി ചാനലുകൾ വഴി നിങ്ങൾക്ക് ടി വിയിലൂടെ ലൈവായി കാണാൻ സാധിക്കും. സോണി ലിവ് എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ വാച്ച് റെസ്ലിംഗ് എന്ന് പറയുന്ന തേർഡ് പാർട്ടി വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനിലും നിങ്ങൾക്ക് ഈ ഒരു ഷോ ലൈവായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ സമ്മർ സ്ലാം 2024 കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളിൽ നടക്കാൻ പോകുന്ന റിസൾട്ടിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന മത്സരം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ സാമി സെയിൻ ബ്രോൺ ബ്രേക്കർ എന്ന് പറയുന്ന യുവതാരത്തിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഇവർ തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരം തന്നെയാണ് കഴിഞ്ഞ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഒരു റീമാച്ച് ആണെങ്കിലും എന്ന് പറയാൻ സാധിക്കുമെങ്കിലും ഈ മത്സരത്തിൽ ബ്രോൺ ബ്രേക്കറിൻ്റെ വിജയ സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത്തരത്തിലുള്ള ഒരു മെഗാ പുഷ് ബ്രോൺ ബ്രേക്കറിന് ഈ മത്സരത്തിൻ്റെ ഭാഗമായി ഇതിനോടകം തന്നെ റോ എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സമ്മർ സ്ലാം 2024 ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായി ബ്രോൺ ബ്രേക്കർ മത്സരത്തിൽ വിജയിക്കാനാണ് സാധ്യത കൂടുതൽ. നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ മത്സരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനും പാർട്ട് ടൈം റെസ്ലറുമായ ലോഗൻ പോള് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത് LA നൈറ്റിനെ എതിരെയാണ്. സ്മാക്ക് ഡൗണിലെ ഒരു ഗംഭീര ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് ഇരുവരും തമ്മിലുള്ളത്. ഈ മത്സരം കൺഫേം ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. കാരണം പാർട്ട് ടൈം റെസ്ലറായ ലോഗൻ പോളിന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കൊണ്ട് ഇനി കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോകാനായി സാധിക്കൂ എന്നുള്ളത് മനസ്സിലാക്കിയ WWE LA നൈറ്റിലേക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കൊടുക്കാൻ എന്നുള്ള ഒരു തീരുമാനമാണ് ഈ സ്റ്റോറി ലൈനിലൂടെ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് സമ്മർ സ്ലാമിൽ LA നൈറ്റ് പുതിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ആകുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഒരു ഫുൾ ടൈം റെസ്ലറിലേക്ക് ഈ US ടൈറ്റിൽ മിഡ് കാർഡ് ടൈറ്റിൽ സ്മാക്ക് ഡൗൺ ബ്രാൻഡിൽ തിരികെ വരുന്നതും സമ്മർ സ്ലാമിലൂടെ കാണാൻ സാധിച്ചേക്കാം. മൂന്നാമത്തെ മത്സരം വുമൻസ് ചാമ്പ്യനായ ബെയ്ലി 2024 ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെന്റ് വിജയിച്ച നയ ജാക്സ് എന്ന നമ്പർ 1 കണ്ടന്ററിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഈ മത്സരത്തിൽ എല്ലാവരും ആകാംക്ഷയോടുകൂടി ഒറ്റുനോക്കുന്നത് നിലവിലെ മിസ്സിസ് മണി ഇൻ ദ ബാങ്കായ ടിഫനി സ്ട്രാറ്റന്റെ ഈ ഒരു ക്യാഷിൻ ശ്രമം മത്സരത്തിൽ കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ടിഫനിയുടെ ശത്രു ബെയ്ലി ആണെന്നുള്ളത് ടിഫനി ഇപ്പോൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ നയ ജാക്സുമായിട്ടുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പും സ്മാക്ക് ഡൗൺ സ്റ്റോറി ലൈൻ്റെ ഭാഗമായി ടിഫനി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ ടിഫനി ക്യാഷിൻ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും ടിഫനി ക്യാഷിൻ ചെയ്യുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതായത് ക്യാഷിൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി ക്യാഷിൻ ചെയ്യാതെ പോകുന്നതായിരിക്കും നമുക്ക് മിക്കവാറും കാണാൻ സാധിക്കുക. ഈ മത്സരത്തിൻ്റെ ഒരു പ്രഡിക്ഷനായി ഞാൻ പറയുകയാണെങ്കിൽ നയ ജാക്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബെയ്ലി ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത്. ടിഫനി ഈ അടുത്തൊന്നും ചിലപ്പോൾ ക്യാഷിൻ ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു സമയത്തായിരിക്കും ടിഫനിയുടെ ക്യാഷിനും ആ ടൈറ്റിൽ വിജയിക്കുന്ന മൊമെൻറ്റും കാണാൻ സാധിക്കുക. നാലാമത്തെ മത്സരം വുമൻസിൻ്റെ വേൾഡ് ടൈറ്റിൽ മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ ലിവ് മോർഗൻ തിരികെ വന്ന റിയ റിപ്ലിക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഉപരി ഡൊമിനിക് മൈസ്റ്റീരിയോയുടെ ഈ ഒരു സ്റ്റാൻഡ് എങ്ങോട്ടേക്ക് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിലവിൽ റിയ റിപ്ലിയുടെ കൂടെ ഡൊമിനിക് ഹാപ്പി ആണെങ്കിൽ പോലും ലിവ് മോർഗൻ താരത്തിൻ്റെ എല്ലാവിധ കഴിവുകളും അങ്ങോട്ട് പുറത്തേക്കെടുത്ത് ഡൊമിനിക്കിനെ ലിവ് മോർഗൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ലിവ് മോർഗൻ്റെ റിവെഞ്ച് ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൽ ലിവ് മോർഗനുമായി തനിക്ക് ഇനി യാതൊരുവിധ ബന്ധവുമില്ല, നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരണം എന്നുള്ളത് ഡൊമിനിക്ക് പറഞ്ഞത് ഭയങ്കര വൈറലായിരുന്നു. റിയ റിപ്ലി അതിനുശേഷം ഡൊമിനിക്കിനെ കിസ് ചെയ്തതും അതും ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ഈ സമ്മർ സ്ലാമിലെ മത്സരത്തിൽ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഞാൻ പറയുന്നത് ഡൊമിനിക് മൈസ്റ്റീരിയോ റിയ റിപ്ലിയെ ചതിക്കും. ലിവ് മോർഗൻ അതിലൂടെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതും തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ പൂർണ്ണമായി റിയ റിപ്ലി ഒരു ഫേസ് ക്യാരക്ടറിലേക്ക് പോകുന്നതായിരിക്കും ഈ സമ്മർ സ്ലാമിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുക. ഡൊമിനിക് മൈസ്റ്റീരിയോ ലിവ് മോർഗൻ്റെ കൂടെ പോകും. ലിവ് മോർഗൻ ഇനി ജഡ്ജ്മെൻറ്റ് ഡേയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. അതൊക്കെ സമ്മർ സ്ലാമിന് ശേഷമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും റിയ വേഴ്സസ് ലിവ് തമ്മിലുള്ള സ്റ്റോറി സമ്മർ സ്ലാമിലൂടെ അവസാനിക്കാൻ സാധ്യതയില്ല. അഞ്ചാമത്തെ മത്സരം വേൾഡ് ടൈറ്റിൽ മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ ഡാമിനി പ്രീസ്റ്റ് ഗിന്ദർ എന്ന 2024 കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിച്ച റെസ്ലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. മത്സരത്തിൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ ഗിന്ദർ പുതിയ വേൾഡ് ചാമ്പ്യൻ ആകും എന്നുള്ളത് തന്നെയാണ്.
ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിൽ നിന്ന് ഡെമിൻ പ്രീസ്റ്റിനെ പുറത്തേക്ക് വിടുന്നതായിരിക്കും, അതായത് പുറത്താക്കുന്നതായിരിക്കും നമുക്ക് ഡെമിൻ പ്രീസ്റ്റിൻ്റെതായി അടുത്തതായി കാണാൻ സാധിക്കാവുന്ന ഒരു സ്റ്റോറി. ഇപ്പോൾ തന്നെ ഡെമിൻ പ്രീസ്റ്റ് ഒരു ഫേസ് ടേണിൻ്റെ സൂചനകളും ഫേസ് ക്യാരക്ടറിലൂടെയുള്ള അതിൻ്റെ ആ ഒരു ആദ്യപടികളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുന്തർ വേൾഡ് ചാമ്പ്യൻ ആകുന്നതോടുകൂടി പിന്നീട് ഡെമിൻ പ്രീസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഡേക്ക് പുറത്തേക്ക് വരുന്നതും പിന്നീട് ജഡ്ജ്മെൻറ്റ് ഡേക്കെതിരെ ഡെമിൻ പ്രീസ്റ്റ് സ്റ്റോറി ചെയ്യുന്നതുമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഗുന്തറിലൂടെ ഇതുവരെ WWE നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു ചാമ്പ്യൻ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വേൾഡ് ടൈറ്റിൽ റണ്ണും കാണാൻ സാധിക്കും. ആറാമത്തെ മത്സരം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സമ്മർ സ്ലാമിലെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സ്റ്റോറി ലൈനുകളിൽ ഒന്നായ CM പങ്ക് വേഴ്സസ് ഡ്രൂ മാക്കിൻറ്റയർ തമ്മിലുള്ള മത്സരമാണ്. മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത സ്പെഷ്യൽ ഗസ്റ്റ് റഫറിയായി സെത്ത് റോളിൻസ് ഉണ്ട് എന്നുള്ളതാണ്. സെത്ത് റോളിൻസിന് സമ്മർ സ്ലാമിൽ കൃത്യമായിട്ട് എതിരാളികളില്ല എന്നുള്ളത് ഒരു പോയിന്റ്. അതുപോലെ തന്നെ ഡ്രൂ മാക്കിൻറ്റയർ CM പങ്ക് ഈ രണ്ട് പേരും സെത്തിന് ശത്രുക്കളാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സെത്ത് ഈ മത്സരത്തിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് റഫറി ആയിട്ട് വരുന്നത്. റഫറി മാറിയ ഡ്രൂ മാക്കിൻറ്റയർ വേഴ്സസ് CM പങ്ക് തമ്മിലുള്ള മത്സരത്തിൽ നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ളത് ഏദൻ പിയേഴ്സിനെ അറിയിച്ചതുകൊണ്ടാണ് സെത്തിനെ റഫറി ആക്കേണ്ടി വന്നത്. ഇപ്പോൾ സെത്തും ഡ്രൂവും ഫിസിക്കലായി ഏറ്റുമുട്ടുന്നത് റോയിൽ നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ പങ്ക് മെഡിക്കലി ക്ലിയർ ആകാത്തത് കൊണ്ട് തന്നെ പങ്കും സെത്തും ഇതുവരെ ഫിസിക്കലായി ഏറ്റുമുട്ടിയിട്ടില്ല, പക്ഷേ ഏറ്റുമുട്ടാനും സാധ്യതകളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്നത് സെത്തിൻ്റെ ഒരു സഹായം അതിലൂടെ ഡ്രൂ മാക്കിൻറ്റയർ മത്സരത്തിൽ വിജയിക്കും. അതായത് സെത്ത് മനഃപൂർവ്വമല്ലാതെ പെട്ടെന്ന് CM പങ്കിനെ സൂപ്പർ കിക്ക് ചെയ്ത് അങ്ങനെ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് പിൻഫോളിലൂടെ ഡ്രൂ മാക്കിൻറ്റയർ വിജയിക്കുന്നു. പിന്നീട് CM പങ്കിനെ മനഃപൂർവ്വം സെത്ത് ആക്രമിച്ച് സെത്തിൻ്റെ ഒരു ഹീൽ ടേൺ ചെയ്യുന്നതും ആയിരിക്കും നമുക്ക് സമ്മർ സ്ലാമിൽ കാണാൻ സാധിക്കുക. എൻ്റെ ഒരു പ്രഡിക്ഷൻ അങ്ങനെയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവസാനത്തെ മത്സരം നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് സോളോ സിക്കോവയ്ക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഈ മത്സരത്തിൽ കോഡി റോഡ്സ് തന്നെയാണ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് 101% എല്ലാവർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് റോമൻ റെയിൻസിൻ്റെ തിരിച്ചുവരവ് കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ്. റോമൻ റെയിൻസിൻ്റെ തിരിച്ചുവരവ് ഈ സമ്മർ സ്ലാമിലെ മത്സരം കഴിയുന്നതിന് ശേഷം അവസാന മൊമെൻറ്റിൽ കാണാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രഡിക്ഷൻ തന്നെയാണ് ഇപ്പോഴും പങ്കുവെക്കാനുള്ളത്. കാരണം ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മാക്ഡൗണിൽ നടക്കാൻ റോമൻ റെയിൻസ് തിരികെ വന്നാൽ കെവിൻ ഓവൻസ്, റാൻഡി ഓർട്ടൺ, കോഡി തുടങ്ങിയവരുടെ അവസ്ഥയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് വലിയ വെല്ലുവിളികളാണ് സോളോ സിക്കോവ എന്ന നിലവിലെ ട്രൈബൽ ചീഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോമൻ്റെ റിട്ടേണിൻ്റെ ഒരു സാധ്യത സമ്മർ സ്ലാമിൽ തന്നെയാണ്. നിനക്കറിയാം എന്നെ എവിടെ കിട്ടുമെന്നുള്ള ആ ഒരു വാചകം കൂടി പറഞ്ഞപ്പോൾ സമ്മർ സ്ലാമിൽ തന്നെയായിരിക്കും റോമൻ്റെ തിരിച്ചറിവ് നടക്കുക എന്നുള്ളത് 101% ഉറപ്പായും. ഒരു സമ്മർ സ്ലാമിലൂടെ ആരംഭിച്ച ട്രൈബൽ ചീഫ് ക്യാരക്ടർ ഒരു സമ്മർ സ്ലാമിലൂടെ അവസാനിക്കുന്നതായിരിക്കും നമുക്ക് ഈ വർഷത്തെ സമ്മർ സ്ലാമിലൂടെ റോമൻ റെയിൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്യാരക്ടറിൻ്റെ ഒരു സ്റ്റോറി ആയിട്ട് കാണാൻ സാധിക്കുക. റോമൻ റെയിൻസ് മാത്രമല്ല പോൾ ഹേമനും റോമൻ റെയിൻസിൻ്റെ കൂടെ ഉണ്ടായിരിക്കാൻ സാധ്യതയാണ്. ചിലപ്പോൾ കെവിൻ ഓവൻസ്, റാൻഡി ഓർട്ടൺ തുടങ്ങിയവരുടെ ഒരു ഇൻ്റർഫിയറൻസും മത്സരത്തിൽ പ്രതീക്ഷിക്കാം. ഇതൊക്കെയാണ് നമുക്ക് മാച്ച് കാർഡ് പരീക്ഷ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.